പിടി പിടി പിടി. ഇതെന്തത്? ഇതെന്താന്ന് വായിച്ചോക്ക്. ജപ്തി നോട്ടീസ് ആയിട്ടാണാവോ? ഇതാരാ അയച്ചേക്കണേന്ന് അറിയണമെങ്കിൽ മേളിട്ടൊന്ന് നോക്കിയാ മതി. ബാസ് അടിക്കാൻ വേണ്ടി മേടിക്കരുത്, ഇപ്പൊ തല ഇറക്കിയിട്ട് പാടില്ല. സുധീഷ ഇല്ല, സുധീഷനും പെയിന്റ് അടിക്കാൻ കയറുന്നതാണോ? ഏനെടുത്തിട്ട് വന്നില്ലേ നിന്റെ പേട്ട് സ്ഥലം ഞാൻ തല്ലി പിടിക്കും. ഞാൻ പഴയ ഫ്രോഡ് പരിപാടിയൊക്കെ നിർത്തി. എന്നിട്ട് ഇപ്പൊ ഹൈഡ്രജൻ ബിലൂടെ ഒക്കെ വിറ്റാ ജീവിക്കണേ. 10 പൈസയൊന്നുമില്ല. റേഷൻ കാർഡ് ഉള്ളതുകൊണ്ടൊക്കെ അരി കിട്ടിയിട്ട് ഞാനെങ്ങനെ ജീവിക്കണേന്ന് വിശ്വസിച്ചില്ല. അതാണ് എൻ്റെ ആക്ടിങ്. ഏണി എടുത്തിട്ട് വാ. തല കറങ്ങണേ. 50 49 മുക്കാലുള്ളൂ. തൂങ്ങിച്ചത്താലോ? നീ ചാവണം. ഇവിടെ കരമാർക്ക് എങ്ങനെ കിട്ടുന്ന ദൈവത്തിന് അറിയാം. 49ന്റെ കൂടെ മുക്കാലല്ലേ കിട്ടിയുള്ളൂ. എന്റെ മുക്കമാർക്ക് കൂട്ടി എനിക്ക് 2 പോലും കിട്ടൂല. അപ്പൊ എന്നെ അവൻ്റെ തൊലിഞ്ഞ കരച്ചില്. വാലന്റൈൻസ് ഡേക്ക് മുമ്പ് തേപ്പും കിട്ടി. എന്നിട്ട് പക്ഷേ കുഴപ്പമില്ല, സിഗ്മയാണ് ഞാൻ. ഏണി എടുത്തോണ്ട് വരണ്ടോ? അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തന്നോ? സുധീഷേട്ടന് പണിയെടുത്താണ് ഇത് ജീവിക്കണ്ടല്ലോ. കൊള്ളാട്ടാ. ഹൈഡ്രജൻ ബലൂണായ കാരണം പറഞ്ഞു തരാൻ പറ്റി. വല്ല കപ്പലിൻ്റെ കച്ചവടമാണെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനാണാവോ? അതിന് വേണ്ടി തന്നെ ഇരിക്കേണ്ട വന്നേനെ. സുധീഷേട്ടൻ വീട്ടിൽ പോവാ. അന്ന് ഭക്ഷണം കഴിച്ചതിന്റെ ബില്ല് കൊടുക്കാത്ത ചോദിക്കാൻ വേണ്ടി വരണയാണാവോ ദൈവമേ? കഴിഞ്ഞ ദിവസം നീ എനിക്ക് ചെലവ് ചെയ്യാന്ന് പറഞ്ഞിട്ട് മന്തിക്കടയിൽ കൊണ്ടുപോയിട്ട് വയറ് നിറച്ച് മന്തി വാങ്ങിട്ട് നീ എന്താണ് എന്നോട് കാണിച്ചേ? അല്ലാതെ നീ കൈ കഴുകിയിട്ട് വരാതെ പറഞ്ഞിട്ട് എന്നോട് ഒറ്റയ്ക്കാക്കിയിട്ട് ബില്ല് കൊടുക്കാത്ത മുങ്ങിയില്ലേ തെണ്ടി. അതിന്റെ ഒരു കാശുണ്ടായില്ല. കാശില്ലാതെയാണോ നീ മന്തി തൊലിക്കാൻ വിളിക്കണ എന്നെ? തരാം. അയ്യോ, എടാ പാത്രം കഴുകിയടാ കാശ് കൊടുത്തേ. അത് പ്ലേറ്റെങ്കിലും താടാ.